പീരുമേട് പള്ളിക്കുന്നിനും പോത്തുപാറ MBC കോളേജിനും മുൻവശത്തുകൂടി പീരുമേട് താലൂക്ക് ആശുപത്രിയിലെത്തി കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് ഇത്. ഈ റോഡിന്റെ പള്ളിക്കുന്ന് മുതൽ MBC കോളേജിന്റെ ഭാഗം വരെ ടാറിംഗ് ചെയ്ത് നവീകരിച്ചിരുന്നു. ബാക്കി ഭാഗം മൺവഴിയായാണ് കിടക്കുന്നത്. ഈ റോഡിന്റെ സമ്പൂർണ്ണ നവീകരണത്തിനാണ് 65 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് എന്ന് MLA പറഞ്ഞു. നിലവിൽ പള്ളിക്കുന്ന് മുതൽ MBC കോളേജ് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങൾ ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ട് കിടക്കുകയാണ്. മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുമുണ്ട്. ഇവയെല്ലാം നവീകരിക്കും. ഈ റോഡ് നവീകരിക്കുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് MLA പറഞ്ഞു. കൂടാതെ ഏലപ്പാറയിൽ നിന്നും പള്ളിക്കുന്നിൽ നിന്നും പീരുമേട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയായി ഇത് മാറും. പീരുമേട്ടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിശേഷിച്ചും ടൂറിസം രംഗത്തെ ഒരു സമഗ്ര പുരോഗതിക്ക് സഹായകരമായ രീതിയിലാണ് പള്ളിക്കുന്ന് പോത്തുപാറ ആശുപത്രിപ്പടി റോഡിന് 65 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നു. ഈ റോഡ് പൂർത്തിയായാൽ ഏലപ്പാറ പള്ളിക്കുന്ന് പ്രദേശത്തെ ആളുകൾക്ക് എത്രയും വേഗം പീരുമേട്ടിൽ എത്തിച്ചേരുവാൻ കഴിയും. മാത്രമല്ല ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് എത്രയും വേഗം പീരുമേട്ടിലെത്തുവാൻ കുട്ടിക്കാനം ചുറ്റാതെ തന്നെ സാധിക്കുമെന്നുള്ളതും ഈ റോഡിൻ്റെ പ്രത്യേകതയാണ്. MBC കോളേജിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പീരുമേട് സബ്സ്റ്റേഷനിലേക്കുള്ള ആളുകൾ, അതേപോലെ തന്നെ സഹ്യാദ്രി ആശുപത്രിയിലേക്കുള്ള ആളുകൾ, ഇവർക്കെല്ലാം തന്നെ സഹായകരമായിട്ടുള്ളതാണ് ഈ പദ്ധതി. അതിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന വിവരം ഏവരെയും സന്തോഷപരിസരം അറിയിക്കുന്നു. നന്ദി. മേഖലയുടെ വികസനത്തിനും ഈ റോഡ് മുതൽക്കൂട്ടായി മാറുമെന്ന് പറഞ്ഞു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.